പെയിൻ ഉണ്ടാകുമ്പോൾ നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ചെയ്യുന്നത് ആ ഏരിയയിലൊന്ന് തിരുമുക എന്നുള്ളതാണ്. തിരുമിയാൽ അവിടെ ടെമ്പററി ആയിട്ടുള്ള റിലീഫ് കിട്ടും, ശരീരം കുറച്ചുകൂടി ലൈറ്റ് ആയതുപോലൊക്കെ തോന്നും. പക്ഷേ അതുകൊണ്ട് അവിടെ ഒരു റിയൽ ഹീലിംഗ് നടക്കണം എന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെയിനിൻ്റെ, ആ വേദനയുടെ ഒരു റൂട്ട് കോസ് ഒരിക്കലും അവിടെയുള്ള ഒരു മസിൽ ടൈറ്റ്നസ് മാത്രം ആകണമെന്നില്ല. അവിടെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാറുണ്ട്, അവിടെ നെർവിൻ്റെ ഇറിറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്, ഡിസ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാവാം, അതുപോലെ തന്നെ പോസ്ചറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ ബഹുഭൂരിപക്ഷം സ്ട്രെസ്സുമായി ബന്ധപ്പെടുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. പല കേസുകളിലും ഈ ഒരു കാരണം അറിയാതെ തിരുമുമ്പോൾ ആ കണ്ടീഷൻ കുറച്ചുകൂടെ ക്രിട്ടിക്കൽ ആവാനും വേഴ്സൺ ആവാനും സാധ്യതയുണ്ട്. വേദന കുറയുന്നത് ഒരിക്കലും റിയൽ ഹീലിംഗ് നടക്കുന്നതുകൊണ്ടല്ല, ആവണമെന്നുമില്ല. അവിടെ ശരിക്കും നടക്കേണ്ടത് ഒരു ബോഡിയുടെ ബാലൻസിങ് ആണ്. ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ബോഡി ബാലൻസിങ് നടക്കണം. അപ്പോൾ ആ റൂട്ട് കോസ് മനസ്സിലാക്കുകയും അവിടെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും തെറാപ്പിയും ചെയ്താൽ മാത്രം അത് മാറും. അല്ലാതെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് തിരുമിക്കൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും ആ വേദന കൂടാനും ആ കണ്ടീഷൻ വേഴ്സൺ ആവാനുമുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിപ്പോൾ ടെമ്പററി റിലാക്സേഷൻ മാത്രമാണ് നമ്മൾ ഒരു ബഹുഭൂരിപക്ഷം തിരുമുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണോ വേണ്ടത്, അതല്ല ഡീപ്പറായിട്ടുള്ള ഹീലിംഗ് പ്രോസസ്സാണോ വേണ്ടത് എന്ന് നമ്മളോട് തന്നെയാണ് ചോദിക്കേണ്ടത്. നമ്മളാണത് മനസ്സിലാക്കേണ്ടത്. സോ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഒരു ബെറ്ററായിട്ട് തോന്നിയെങ്കിൽ ഫോളോ ചെയ്യാം. ഇത് വേണ്ടുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. വീട്ടിൽ പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ, ഒരുപാട് നേരം ഇരുന്നോ നിന്നോ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.